ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ഹാപ്പി ബർത്ത്ഡേ വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ്. നമ്മൾ ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷൻ ആണ്. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത്. ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട്. രണ്ടും ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിലൊരു ബർത്ത്ഡേ വീഡിയോ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവിൻ്റെയൊക്കെ ബർത്ത്ഡേ വീഡിയോ എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ചെയ്യാനായിട്ട് ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ ഫോട്ടോസുകൾ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ചെയ്യുന്ന ആളുടെ ഡേറ്റും ബർത്ത് ഡേറ്റും എല്ലാം കറക്റ്റ് എഴുതി കൊടുത്താൽ മാത്രം മതി. നമ്മൾ ഇതിനെ യൂസ് ചെയ്തിരിക്കുന്ന ഫോണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ. ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലായി കാണാൻ സാധിക്കുന്നത്. 8-ാം തീയതി ഇന്നലെ മെയ് 8-ലാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ലിങ്ക് കാണുന്നത്. നിങ്ങൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം അത് ഓപ്പൺ ചെയ്യുക. നമ്മൾ 3Dയിലും കൂടിയാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. അത് ലിങ്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യാത്ത ഇങ്ങനെയായിരിക്കും കാണുന്നത്. ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന ക്യാമറ ഐക്കൺ എനേബിൾ ചെയ്താൽ മാത്രമേ ഇത് 3Dയിലോട്ട് കാണാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ മെയ് 9 ഫസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ആദ്യം മെയ് 9 ഇപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ബർത്ത്ഡേ ഡേറ്റ് കറക്റ്റായിട്ട് കൊടുക്കുക. യെല്ലോ ലെയർ ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് ജസ്റ്റ് എടുത്തിട്ട് ഇവിടെ മെയ് മാറ്റിയിട്ട് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ മാസം എന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക. അടുത്തത് 09 കൊടുത്തിട്ടുണ്ട്. ഡേറ്റും കറക്റ്റായിട്ട് കൊടുക്കുക. പറഞ്ഞാൽ വെച്ചാൽ 2 യെല്ലോ ലെയർ കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ടിലെ ബീറ്റ് മാർക്ക് കഴിഞ്ഞുള്ളത്. നെക്സ്റ്റ് ബീറ്റ് മാർക്ക് കഴിഞ്ഞിട്ട് സ്പെഷ്യൽ ബർത്ത്ഡേ എന്ന് കൊടുത്തിട്ടുണ്ട്. അത് മാറ്റിയ ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഐഡിക്ക് അനുസരിച്ച് എഴുതി കൊടുക്കാം. നെക്സ്റ്റ് സ്ഥലത്ത് വിഷിംഗ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കാം. അതിനുശേഷം അടുത്തായിട്ട് ഹാപ്പി ബർത്ത്ഡേ സായി പല്ലവി എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ സായി പല്ലവി എന്നുള്ള ലെയർ കണ്ടുപിടിക്കുക. ടോപ്പിൽ കൊടുത്തിരിക്കുന്ന യെല്ലോ ലെയർ ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് എടുത്തിട്ട് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേര് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക, ഇംഗ്ലീഷ് എഴുതി കൊടുക്കുക. അടുത്തത് 8 സെക്കൻഡ് 46 മില്ലി സെക്കൻഡ് പോലാണ് നമ്മൾ ഇതിനകത്ത് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് മുമ്പായിട്ട് നമുക്ക് ഫോട്ടോ ഒന്ന് എഡിറ്റ് ചെയ്യണം. 8-9 ഫോട്ടോ മാത്രം മതി. അലൈറ്റ് മോഷൻ്റെ ഹോം പേജ് എടുക്കുക. എടുത്ത ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഞാൻ പറയുന്ന ആസ്പെക്ട് റേഷ്യോ ഉണ്ട്, 4.5 ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് എല്ലാം കൊടുത്തിട്ട് ക്രിയേറ്റ് എ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ഫോട്ടോ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ സ്ക്രീൻ ഫിറ്റാകുന്ന രീതിയിൽ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് വെക്കുക. ഫേസ് കാണുന്ന രീതിയിൽ കറക്റ്റായിട്ട് വെച്ചിട്ട് നിങ്ങളിത് ഫോട്ടോ ആയിട്ട് സേവ് ചെയ്യണം. അതിനായിട്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കറണ്ട് ഫ്രെയിം ആസ് PNG ക്ലിക്ക് ചെയ്താൽ മതി. ഇത് ഫോട്ടോ ആയിട്ട് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു ഫോട്ടോ സേവ് ചെയ്ത ശേഷം വീണ്ടും നമ്മൾ ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് അടുത്ത ഫോട്ടോയും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കും. ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്ന ഫോട്ടോ എല്ലാം ഈ ആസ്പെക്ട് റേഷ്യോ ഉള്ളതായിരിക്കണം, 4.5. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. 8-9 ഫോട്ടോ മാത്രം മതി. ഇതുപോലെ അടുത്ത ഫോട്ടോയും ആഡ് ചെയ്ത് കൊടുക്കുക. കറണ്ട് ഫ്രെയിം ആസ് PNG ക്ലിക്ക് ചെയ്താൽ മതി. പറഞ്ഞ് മനസ്സിലായല്ലോ. എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. ഇത് സേവ് ചെയ്ത ശേഷം കംപ്ലീറ്റ് 8 ഫോട്ടോയും ഇതുപോലെ തന്നെ എഡിറ്റ് ചെയ്ത ശേഷം നമ്മൾ 8-ാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റിൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്യുക. നമ്മൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ ഫോട്ടോസുകൾ ആഡ് ചെയ്യേണ്ട സ്ഥലം കറക്റ്റായിട്ട് റൈറ്റ് സൈഡ് ആകിയ 8 സെക്കൻഡ് 46 മില്ലി സെക്കൻഡ് എത്തിയിട്ട് താഴെ നിങ്ങൾക്ക് ഓരോ ഗ്രീൻ ലെയർ കാണാൻ സാധിക്കും. ആദ്യത്തെ ഫസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക. റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത് ഗാലറി ചെയ്യാൻ നേരത്ത് നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കാണുന്നല്ലോ ഓരോ ബീറ്റ് മാർക്കും. അടുത്ത ബീറ്റ് മാർക്ക് എത്തിയ ശേഷം ഗ്രീൻ ലെയർ ക്ലിക്ക് ചെയ്യുക, കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക. റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത് ഗാലറി ചെയ്യാന്നിടത്ത് നമ്മൾ അടുത്ത ഫോട്ടോയും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ബാക്കി എല്ലാ ഫോട്ടോയും ഓരോ ഗ്രീൻ ലെയർ ക്ലിക്ക് ചെയ്യുക. മുമ്പ് ചെയ്തതുപോലെ തന്നെ കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക. നമ്മൾ അടുത്ത ഫോട്ടോയും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്യാൻ നേരത്തെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ്. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്യാതാരും പോലെ നിങ്ങൾക്കൊരു ബർത്ത്ഡേ വീഡിയോ വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ്.
ഇതുപോലെ കംപ്ലീറ്റ് എല്ലാ ലെയറിലും ഫോട്ടോസുകൾ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഇച്ചിരി ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിൻ്റെ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ HD ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജ് വരുന്നത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.